സെക്കൻഡ് ഒന്നും മാറുന്നില്ല ഇത് എന്തുണ്ടോ തന്നെ ഈ വീൽ സ്പിന് തീർന്നു കഴിഞ്ഞാൽ വേഗം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതാ പ്രശ്നം. പുതിയ റോഡിലേക്ക് നമ്മളിന്ന് പിന്നെയും കാർ സിമുലേറ്റർ 2 ആണ് അടിക്കാൻ പോകുന്നു. അപ്പോൾ അധികം സമയം എടുക്കാണ്ട് വീട്ടിലേക്ക് നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട്. നമ്മൾ കാറിലാദ്യം കയറ്റിക്കാം. ഇത് നമ്മൾ ഈ വണ്ടീനെ ഫുൾ മോഡിഫൈ ചെയ്ത് അടിപൊളിയാക്കാൻ പോകുന്നു. സോ ഇപ്പം ഭയങ്കര സ്ലോ ആ മസ്റ്റാക്ക്. സോ നമുക്ക് ആദ്യം പറ്റുന്ന സ്പീഡ് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ 3, 2, 1 സ്റ്റാർട്ട്. സ്ഥലം മാറിപ്പോയി. അത് കുഴപ്പമുണ്ടാവും. ഇങ്ങോട്ട് ചിരിക്കുക കുറച്ച്. ഓക്കെ ഭയങ്കര സ്ലോ. 100, 150, 200 എത്തുക. 200 എത്തും. 224 അതാണ് വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. നമുക്ക് ഇതിനെ പറ്റി മോഡിഫൈ ചെയ്തിട്ട് നോക്കാം എത്ര സ്പീഡ് വരാം. ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ മോഡിഫിക്കേഷൻ ബ്രേക്ക്, ഇതിൻ്റെ ബ്രേക്കും എല്ലാം പോക്കാം. ഞാൻ പോയിട്ട് മോഡിഫൈ ചെയ്ത് കളക്കാം. ഓക്കെ ഞാൻ വണ്ടി ഫുള്ള് എൻജിൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിട്ട് എല്ലാം T5 വരും. ഇത് മോഡിഫൈ ചെയ്തില്ല പറഞ്ഞ് ചെയ്തേക്കാം. പൈസ ഇങ്ങനെ പോയിക്കൊണ്ട് പോകണം. ഓക്കെ എല്ലാം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. യെസ് എല്ലാം മോഡിഫൈ. എല്ലാം T5 വരെ സാധാരണ പോലെ തന്നെ. T6 ബ്ലൂ പ്രിൻസ് ആണ്. ഓക്കെ 5 സംതിങ് ആയിരുന്നു ഇതിൻ്റെ മാക്സ് സ്പീഡ്. അതിപ്പോൾ 8 ആയി. ഇനി ഒരു അലോയ്സ് നോക്കാം. ഓക്കെ ഞാൻ ഈ ഒരു അലോയ്സ് ഈ വണ്ടിക്ക് വേണ്ടി വെച്ചിട്ടുള്ള നല്ലതുണ്ട് കാണാൻ. ഓക്കെ സ്പോയിലർ വെക്കാൻ പറ്റില്ല വണ്ടിക്ക്. അയ്യേ സ്പോയിലർ ഉണ്ടെങ്കിലേ മസ്റ്റാങ് രസമുണ്ടാവും. മസ്റ്റാങ് സ്പോയിലർ ഇല്ല അറിയില്ല, ചില സമയം ഉണ്ടാവില്ല. ഞാൻ സ്പോയിലർ ആകുമ്പോൾ ചട്ടിപൊളി വലിയ ഇതാക്കാം. സ്പോയിലർ വെക്കാൻ പറ്റില്ല പിന്നെന്താ. ടയർ കുറച്ച് ഇങ്ങോട്ടാക്കാം. ഓക്കെ ഫുൾ സെറ്റ്. വണ്ടി ഇപ്പോൾ നല്ല മോഡിഫൈ. നമുക്കിതിൻ്റെ പേര് മാറ്റാം. ടർബോൻ്റെ സൗണ്ട്. ഓക്കെ ഞാനിപ്പം വണ്ടി മോഡിഫൈ. നിങ്ങൾ വിചാരിക്കണം ഞാൻ പുറത്തെടുക്കാത്ത. ഞാനിപ്പോൾ സിയാൻ കളറാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ള. പക്ഷെങ്കിൽ എനിക്ക് ഇതിൽ യെല്ലോ ഇഷ്ടപ്പെടുന്നത് അതാ ഡൗട്ട്. സോ ഞാനിപ്പം വെക്കട്ടുള്ള കൺഫ്യൂഷൻ. ഓക്കെ ഞാൻ വണ്ടി ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സിയാനും ഞാൻ കൊടുത്ത സിയാനും പറപ്പിടും. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ കമൻറ്റ്സ് പറഞ്ഞു, ഞാൻ യെല്ലോയിലേക്ക് മാറ്റാം. പിന്നെ അലോയ്സ് ഞാൻ ചേഞ്ച് ചെയ്തു. അതിൻ്റെ കളർ ചേഞ്ച് ആവില്ല. ഇതാകുമ്പോൾ പിന്നെ ബ്ലാക്ക് തന്നെ വന്നോളൂ. ബ്ലാക്ക് തന്നെ വണ്ടിക്ക് രസം. പിന്നെ പുക. ഇനി വണ്ടീൻ്റെ ഇതും കൂടി മാറ്റണം, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കളർ. ഓക്കെ സ്പീഡ് കൂടിയിട്ടുണ്ട് എന്നാലും അതൊക്കെ ഒരു ഓക്കെ മസ്റ്റാങ്ക്. ഓക്കെ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് പർപ്പിൾ കളർ ലൈറ്റ് കൊടുത്ത. കാരണം വണ്ടി പർപ്പിളും ചെയ്യാനാണ്. സോ ഞാൻ ഫുള്ള് കാണിച്ചു തന്നില്ല വണ്ടി. സോറി പറഞ്ഞേ. ഫ്രണ്ടിൽ ഫുള്ളൊരു സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വരുമ്പോണ്ടത് ഇടം വരെത്തും. പിന്നെ സൈഡിലൊരു എന്തൊരു ബാർക്കോഡുള്ള സാധനം കണ്ടത് ഞാൻ ഇങ്ങനെ ചേരിച്ച് വെച്ച്. സൈഡിൽ ഫുള്ള് പർപ്പിളിൻ്റെ എന്തോ സാധനം തെറിച്ച പോലെയാണ്. ഒരു പെയിൻറ്റ് തെറിച്ച പോലെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ലൈന്. സൈഡിലൂടെ ഒരു ഫോക്സ് കൊടുത്തിന്, ഇന്ത്യൻ ഫ്ലാഗ്. പിന്നെ ബാക്കിൽ കുറച്ച് 2 സ്റ്റിക്കർ ഉണ്ട്. വേറെ ഫോക്സ് ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടില്ല. മറന്നു. ഇനി ഞാൻ പോയി ചെയ്തിട്ട് നിങ്ങൾ കാണാം. സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് എത്തിയിട്ട് നിങ്ങൾ കാണാം. ഓക്കെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പോയ ടിക്കറ്റ്. ഓക്കെ വേഗം പോയി എൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യുക. എൻ്റെ ഗിയർ ഭയങ്കര ലാഗ് ചെയ്യുക. അത് കളിക്കുന്നുണ്ടോ? മാറുന്നില്ല ഗിയർ. അപ്പം ഞാനിങ്ങോട്ടേക്ക് ഓക്കെ അതിന് ശേഷം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരും ഭയങ്കര കളിയത്. 4th ടിക്കറ്റ് പിന്നെ മാറുന്നുണ്ട്. ഓക്കെ 3, 2, 1 സെക്കൻഡ് ഒന്നും മാറുന്നില്ല ഇത്. എന്തെന്നോ
ഓക്കെ വേഗം 200 എത്തി. എത്ര ഞാൻ ബൂസ്റ്റ് ആവർത്തി പിടിക്കുന്നു? 361 ആണ് വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ബ്രേക്കില്ല. ബ്രേക്ക് പിന്നെ പറയാൻ പറ്റാ. 300 പോകുന്ന വണ്ടിക്ക് ബ്രേക്ക് പിടിച്ചപ്പോൾ നിൽക്കുമല്ലോ. നമുക്ക് 361 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. മുന്നേ 220 സംതിങ് അങ്ങനെ ഇത് ബാക്കൗട്ടാക്കി കണ്ടു. ഓക്കെ അടിപൊളിയാണ്. ഗിയർ ഭയങ്കര സമയം എടുക്കും. ഫസ്റ്റ് സെക്കൻഡിലേക്ക് പോന്നേ ഇല്ല. സെക്കൻഡ് തേർഡിലേക്കും ഇപ്പൊ പോകുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ അങ്ങ് ശരിയായി പോകുന്നതാണ്. ഫുൾ ആർപ്പിയും എത്തണം എന്നാലും മാറുന്നുള്ളൂ. രണ്ട് വീടിന് ഞാനിപ്പോൾ ചെയ്യാം. ചില സമയം വീൽ സ്പിൻ ചെയ്യുന്നതുകൊണ്ടായിരുന്നു കണ്ട. ഇപ്പം മാറുന്നിട്ട് മുടിച്ചോട്ടെ. ടൈം എടുത്ത് ഇപ്പം ആവുന്നുണ്ട്. ഈ ബൂസ്റ്റ് അടിച്ചപ്പോൾ എന്ത് കുഴപ്പമാണ്. ഫസ്റ്റ് മുന്ന് മാറാൻ ടൈം എടുക്കണം. വീൽ സ്പിന് കൂടുതലായിട്ടുള്ള കുഴപ്പമായിരിക്കും. സോ എനിക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ ഈ വീഡിയോ അതിൻ്റെ ഈ വണ്ടീൻ്റെ വീൽ സ്പിൻ ഒന്ന് ചെക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഗിയർ മാറാത്തത്. ചെയ്ത് നോക്കാം. തന്നെ ഈ വീൽ സ്പിന് തീർന്നു കഴിഞ്ഞാൽ വേഗം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതാ പ്രശ്നം. ഓക്കെ നമുക്ക് വീണ്ടും അതിൻ്റെ ഓക്കെ ഇന്നത്തെ എടുത്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും. ബൈ.